ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ബൺ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തമിഴ്നാട്ടിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ദോശയാണ്. ഉഴുന്നില്ലാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 240 ml കപ്പിലാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇഡലി അരിയാണ്. നമ്മുടെ സാധാരണ പച്ചരി എടുത്താലും മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് 5 മണിക്കൂർ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ്. ഈ ദോശയ്ക്ക് നമ്മൾ ഉഴുന്ന് ചേർക്കില്ല കേട്ടോ. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരി അരയ്ക്കുമ്പോൾ ഇതിൽ നമ്മൾ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. മൊത്തം വെള്ളവും ആദ്യമേ ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകാൻ പാടില്ല. നമ്മൾ ഇഡലിയുടെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. അരി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 1/4 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ള കളർ അവലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ചുവപ്പ് കളർ അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദോശയ്ക്ക് കുറച്ച് കളർ മാറുമെന്നേ ഉള്ളൂ. നമ്മൾ അരി അളന്നെടുത്ത കപ്പിൽ തന്നെ തേങ്ങയും അവലും ഒക്കെ അളന്നെടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ വെള്ളം കൂടുതൽ വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടെ കൂടുതൽ ചേർത്തിട്ട് അരച്ചെടുക്കുക. മാവ് നല്ല ലൂസായി പോവരുത്, മാവിൽ വെള്ളം കൂടി പോവരുത്. അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒട്ടും തരി കാണാൻ പാടില്ല. ഇപ്പോൾ വെള്ളം കുറഞ്ഞു പോയെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഡലിയുടെ പരുവത്തിൽ വേണം മാവിരിക്കാൻ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 9 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ സാധാരണ ദോശയും ഇഡലിക്കൊക്കെ അരച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഇപ്പം ഞാൻ രാത്രിയാണ് അരച്ച് വയ്ക്കുന്നത്, രാവിലെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ബൺ ദോശ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ തന്നെ ചേർക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ബൺ ദോശ എന്ന് പറയുന്നത് അത് ബണ്ണിൻ്റെ രീതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ബണ്ണിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പത്തിൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കാം. തീ മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. അപ്പം ചട്ടി ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ അപ്പത്തിന് ചെയ്യുന്ന പോലെ മാവ് ചുറ്റിക്കരുത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. താഴെ ഇങ്ങനെ കളർ ചേഞ്ചായി വരുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വെന്തിട്ട് മാത്രമേ തിരിച്ചിടാവൂ. അല്ലാതെ നമ്മൾ തിരിച്ചിടാൻ നോക്കിയാൽ മുകളിലത്തെ മാവ് ഇങ്ങനെ തെറിച്ചു പോവും. താഴെ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ. താഴെ ഇതുപോലെ വെന്ത് വരണം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ ഷേപ്പിൽ വേണ്ടെങ്കിൽ സാധാരണ ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് സാധാരണ ദോശ പോലെയും ചുട്ടെടുക്കാം. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ വെള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചുവന്ന ചമ്മന്തി ആയിരുന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്നും ഒരേ തരത്തിൽ ദോശ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.